നിങ്ങൾ കണ്ടു കാണും മോദി അടുത്ത സമയത്ത്, അതായത് ഇന്നലെ വീണ്ടും രാത്രിയിൽ, അതായത് മോദി പറയുന്നത് BJP-ക്കാരും സംഘപരിവാറും പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക്. അദ്ദേഹം വീണ്ടും ഇൻസ്റ്റാ വീഡിയോയുമായിട്ട് വന്നു. അതിനകത്ത് എന്താ പറയുന്നതെന്നറിയോ? അതായത് അദ്ദേഹത്തെ തെറി വിളിച്ച പെൺകുട്ടികളോട് അദ്ദേഹം ക്ഷമിച്ചിരിക്കുന്നു. ഇന്ത്യ ഭയങ്കര ഷോക്കായെന്ന് പോലും. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മ ഉൾപ്പെടെ തെറി വിളിച്ചു. ഇന്ത്യ ഭയങ്കര ഷോക്കായി. ഏത് ഇന്ത്യക്കാരനാണ് ഷോക്കായത്? ഭക്തനായിരിക്കും ഷോക്കായത്. അതാണ് ഞാൻ ചില വീഡിയോകൾ പറഞ്ഞത്. ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത പല രീതിയിലും സംഭാഷണങ്ങളും ഡയലോഗ്സും. അതായത് ഞാൻ ഏകദേശം 30 വർഷമായി ഡൽഹി വന്നിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു അജിറ്റേഷൻ കണ്ടിട്ടില്ല. അത് മനസ്സിലാക്കുക ആസ് എ ജേർണലിസ്റ്റ്. കാരണം ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഓഫീസും പരിപാടിയും ലൈഫും എന്ന് പറയുന്നത്. അപ്പം മോദിയുടെ ക്ഷമ അങ്ങോട്ട് വന്നു. ഈ ഗോദി മീഡിയ അതും പൊക്കിപ്പിടിച്ച് കിടക്കുക. മറ്റുള്ളവർ മൈൻഡ് ചെയ്തില്ല. എന്താ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം നിങ്ങൾക്കറിയുമോ? റീസൺ, അതായത് ആദ്യം നരേന്ദ്രമോദിയും BJP സർക്കാരും ക്ഷമ ചോദിക്കേണ്ടത്, അപ്പോളജി. ഈ പറയുന്ന 22-26 കുട്ടികളാണ് ഈ നീറ്റ് എക്സാമിനേഷനുമായിട്ട് സൂയിസൈഡ് ചെയ്തത്. അതിൽ 2 കുട്ടികളുടെ പേരൻസിനെ ഞാൻ പരിചയപ്പെട്ടു. ഈ പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദറിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയുടെ മാതാവ് പറയുന്നത്, ഈ അവരുടെ മകള് ഈ നീറ്റ് എക്സാമിനേഷന് 8ാം ക്ലാസ് മുതൽ പ്രിപ്പറേഷനാണ്. ആ പെൺകുട്ടിക്ക് നല്ല മാർക്കാണ്. 96, 93, 94% മാർക്ക് CBSE കിട്ടിയ പെൺകുട്ടിയാണ്. പഠിക്കാനും മിടുക്കി. എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം അതേപോലെ തന്നെ ആയിരിക്കത്തില്ല നീറ്റുമായിട്ട് പ്രിപ്പയർ ചെയ്ത നമ്മുടെ കുട്ടികൾ. അപ്പം നമ്മുടെ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ, ഏകദേശം 26 ലക്ഷം പേരാണ് ഈ എക്സാമിനേഷൻ. അവരുടെ പേരൻസ്. മോദി എന്ന് പറഞ്ഞ ആൾ ആദ്യം മാപ്പും കോപ്പും ഒക്കെ മാറ്റി വെച്ച് ആദ്യം ചെയ്യേണ്ടത് ഈ കുട്ടികളോടും അവരുടെ രക്ഷകർത്താക്കളോടും പബ്ലിക് അപ്പോളജി നടത്തണം. അല്ലാതെ എൻ്റെ അമ്മ എത്ര വിളിച്ചു, ഞാനങ്ങ് ഇതായി, അതല്ല പറയേണ്ടത്. അതാണ് ബോധമില്ലാത്തും എഡ്യൂക്കേറ്റഡ്, അതായത് വിദ്യാഭ്യാസമില്ലാത്തൊരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യത്തുള്ളൂ. ഏതാണ്ട് സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഏകദേശം 140 കോടി ജനങ്ങളുടെ ആ പ്രധാനമന്ത്രിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. എന്തുകൊണ്ടാണ് തെറി വിളിക്കാൻ സാഹചര്യം ഉണ്ടായി കൊടുത്തത്? ആരാണ് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി? ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? എന്തുകൊണ്ടാണ് അവരെ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്തത്? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഈ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഇതിനകത്ത് 47 പേര് ഒരൊറ്റ സുപ്രഭാതത്തിൽ ദൂരെ കളഞ്ഞു ഗവൺമെൻറ് ഇഷ്യൂ പ്രൊട്ടസ്റ്റ് തുടങ്ങിയ ശേഷം. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ CBIയുടെ ചാർജ് ഷീറ്റ് വന്നു. അതിനകത്ത് 8-10 പേര് ഡയറക്റ്റ് ഇൻവോൾവ്. ഇത് മുഴുവനും BJP RSSകാരാണ്. അവരാണിത് ലീക്ക് ചെയ്ത് കൊടുത്തത്. എന്തുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യക്കാരോട് ക്ഷമ ചോദിച്ചില്ല? അതാണ് ഒരു അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്ത പൊസിഷനിലിരിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് അതാണ്. സിമ്പിളായത് അത് അവരോട് ക്ഷമ ചോദിക്കണം. ഇന്ത്യക്കാരോട് ക്ഷമ ചോദിക്കണം. എത്ര ബ്രൂട്ടലായിട്ട് നമ്മുടെ കുട്ടികളെ തെരുവിലിട്ടടിച്ചു പോലീസ്. പെലറ്റ് ഗൺ ഉപയോഗിച്ചു. ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണിൻ്റെ കാഴ്ചയില്ലാതായി. അതേപോലെ AK-47 ഉപയോഗിച്ചു ബീഹാറിൽ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ക്ഷമ ചോദിച്ചില്ല? പക്ഷെ നിങ്ങൾ കേട്ടോളും, കാരണം ഞാനിതൊക്കെ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അതായത് നിർഭയ കേസ് നിങ്ങൾക്കറിയാം, ഡൽഹിയിലുണ്ടായ സംഭവമാണ്. ഒരു പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്ത് കൊല്ലുന്നു. പിന്നീടാണ് ആ കുട്ടി ഹോസ്പിറ്റലിൽ മരിച്ചു പോകുന്നത് സീരിയസ് ആയിട്ട്. പ്രശ്നം ഗുരുതരമായി. ഇന്ത്യയിലും ഡൽഹിയിലും വലിയ അജിറ്റേഷൻ ഉണ്ടായി.
മൻമോഹൻ സിംഗ്, അതായത് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി, ക്യാബിനറ്റിലുണ്ടായിരുന്ന പ്രണബ് മുഖർജി, മറ്റുള്ളവരെല്ലാം പബ്ലിക് അപ്പോളജി പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തി. കാരണം അങ്ങനൊരു സംഭവം അത് തെറ്റായിപ്പോയി. അത് ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ്, ഡൽഹി പോലീസിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് അതുണ്ടായതെന്ന് അവർ പബ്ലിക്കിനോട് അപ്പോളജി ചെയ്തു. അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്ററെ ചെയ്യത്തുള്ളൂ. അതൊരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും തെറി വിളിച്ചത്? അതിന് റീസൺ എന്തുവാ? അപ്പം അതിന് റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള പെൺകുട്ടികൾ തെരുവിലിറങ്ങി തെറി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സംഘപരിവാറുകാർ, RSSും BJPയും ബജരാങ് ദളുകാർ ഈ കുട്ടികളെ അടിക്കാൻ വേണ്ടി തെരുവിൽ വന്നു? അത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJPയുടെ ഒരു നേതാക്കൾ പറഞ്ഞു. അതേപോലെ പ്രധാനമന്ത്രിയുടെ സംഭവം ഉണ്ടായി, ആ വാക്കുകൾ ഉപയോഗിച്ച തെറ്റ് തന്നെയാണ്. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി എത്ര മോശമായിട്ടാണ് സംഘപരിവാറുകാർ പബ്ലിക് സ്റ്റേജുകളിലും സോഷ്യൽ മീഡിയയിലും പറയുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാര്യം. അത് തെറ്റാണോ അല്ലയോ? ഇതേപോലെയുള്ള സംഭവങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഗവൺമെൻറ് റെസ്പോൺസിബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. എത്രയോ മുസ്ലിങ്ങളെ ഈ പശുവിൻ്റെ പേരിൽ, ഈ മതത്തിൻ്റെ പേരിൽ നിരപരാധികൾ, ഒന്നും അറിയാത്തവർ, അവരെ ഇത്ര ക്രൂരമായിട്ട് ഈ സംഘപരിവാറുകാർ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു. ഗവൺമെൻറ് അപ്പോളജി ചെയ്തു. എത്രയോ ക്രൈസ്തവരെ ഈ ട്രൈബൽ ഏരിയയിലും മറ്റുള്ളിടത്തും അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഈ ബജരാങ് ദളുകാരും ഹിന്ദു സേനയും ഹിന്ദു ദളും. ഇന്ന് വരെ ഗവൺമെൻറ് അത് തെറ്റായിപ്പോയി, ഞങ്ങൾ അപ്പോളജി ചെയ്യുന്നു, ഇനി അത് ആവർത്തിക്കില്ല എന്ന് ഗവൺമെൻറ് ഇന്ന് വരെ പറഞ്ഞോ? അതാണ് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അത് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, അതൊരു ഇൻഡിവിജ്വലിൻ്റെ അല്ല. ഒരു നിവൃത്തിയുമില്ലാതെ ഗോദി മീഡിയയുടെ റീച്ച് കിട്ടുന്നില്ല, അത് ആളുകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. നരേന്ദ്രമോദി പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും തള്ളി ദൂരെ കളയുന്നു. അവസാനം രക്ഷയില്ലാതെ ഇൻസ്റ്റേ കയറി വന്നു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ അതിനേക്കാൾ എത്രയോ മഹോന്നതമായിരുന്നു കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുക. എന്താണ് ഈ അടുത്ത ഇന്നലെ മധ്യപ്രദേശിലുണ്ടായത്? നിങ്ങൾക്കറിയാം, മൂഗ് ദാൽ, അതായത് നമ്മുടെ ഈ ചെറുപയർ കർഷകരാണ്. ആ സാധനം അതിന് ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്നില്ല. അതിൻ്റെ പേരിലും ഈ ഫർട്ടിലൈസറിൻ്റെ പേരിലുമാണ് അതിൻ്റെ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. കർഷകർ തെരുവിലിറങ്ങിയത് എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് ഐക്യരാമായണം ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് ഇന്നലെ തന്നെ ഗവൺമെൻറ് അവിടെ കർഷകരുമായിട്ട് സംസാരിച്ചിട്ട് അത് സെറ്റിൽ ചെയ്തു. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും എതിർത്തത്? ഏകദേശം ഒരു മാസം കൊണ്ട് നടക്കുന്ന സമരമാണ്. അതായത് ഡൽഹി കൊടുത്തൊരു പാഠമാണ്, മെസ്സേജാണത്, പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി പെട്ടെന്ന് ചേർന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇവരോട്ടൊക്കെ സംസാരിക്കാൻ. അതേപോലെ അടുത്ത് അറിയാൻ ഈ ഛത്തീസ്ഗഡിലെ കേസുകൾ, ക്രൈസ്തവരെ, കാരണം ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് പോയവരെ അടിക്കുന്ന കേസുകൾ, അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറഞ്ഞു എല്ലാവർക്കെതിരെ FIR ഫയൽ ചെയ്യാൻ. ആർക്കെതിരെ? ഈ അടിച്ചവർമാർക്കെതിരെ. അതേപോലെ തന്നെ വേറെ സംഭവം ഉണ്ടായി. ഇതൊക്കെ ഈ 2 ദിവസം കൊണ്ടുണ്ടായ സംഭവമാണ്. ഈ അവിടെയുള്ള പല, നിങ്ങൾക്കറിയാം, മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അവിടെയുള്ള ഈ ട്രൈബൽ ഏരിയയിൽ ഈ അഡാനി ഉൾപ്പെടെ വലിയ മൈനിങ് കമ്പനി അങ്ങോട്ട് കയറി. അവിടെയുള്ള ട്രൈബലുമായിട്ട് വഴക്കായി. അവർ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. ഇപ്പം അവരുമായിട്ടും ചർച്ചയ്ക്ക് അങ്ങ് പോയി. ഇപ്പോഴാണ് ചർച്ചയ്ക്ക് ഉണ്ടായത്. കാരണം അവർ കഴിഞ്ഞ 1-2 മാസമായിട്ട് സമരം നടത്തുകയാണ്. എന്താ ഗവൺമെൻറ് പെട്ടെന്ന് ചർച്ചയ്ക്ക് പോകുന്നത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗവൺമെൻറ്റിന് ഇപ്പോഴാണ് ബോധമായത് മോദിയുടെ ഇമേജിനെ ടാർണിഷ് ചെയ്തു. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. മിഡിൽ ക്ലാസിൻ്റെ ഇടയ്ക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും അങ്ങ് ചോർന്നൊലിച്ചു. ഇതെല്ലാം സിറ്റികളെന്ന് പറയുന്നത് ഈ BJP അവിടുന്നാണ് ഈ സംഭവം കയറി വരുന്നത്.
ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താ? അതായത് ആൾക്കാരുമായിട്ട് ഡയലോഗ് നടത്തുക. അതായത് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പം ഗവൺമെൻറ് അതിനും തയ്യാറാണ്, അവരുമായിട്ടും ചർച്ച ചെയ്യാൻ. ഇതങ്ങ് ചെയ്താൽ പോരായിരുന്ന സംഭവങ്ങൾ. ആർക്കാണ് ഇത്ര വലിയ പിടിവാശി? പിടിവാശിയല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. എവിടെ മോദിയുടെ ഈ ഇമേജ് മേക്ക് ഓവർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ പോയി? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മോദിക്ക് അനുകൂലമായിട്ട് എഴുതുന്നവർ ഇത്രയും തെറി വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് പല ആൾക്കാർ റീലിടുന്നു, അവരെല്ലാം പൂട്ടി അങ്ങ് പോവുക? എന്താ കാരണം? ജൻസിയോട് കളിച്ചപ്പോഴാണ് പിടികിട്ടിയത്. ഇതേ ഉള്ളൂ സംഭവം. ഇതായിട്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മോദിയുടെ ഇമേജിനെ സാരമായിട്ടങ്ങ് ബാധിച്ചു. അതായത് പാർലമെൻറ്റിലെ തല എണ്ണി, കൂടുതൽ ആൾക്കാരെ എണ്ണി, പാർട്ടി പിളർത്തി അങ്ങോട്ട് കൊണ്ടുവന്ന് ഈ വേണ്ടാത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചുകളെല്ലാം കൊണ്ടുവന്ന് ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യ അത് നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അടി കിട്ടിയത്. ഇത് ചിന്ന അടിയാ, ഇനി വലിയ അടി വരാൻ പോകുന്നു. അത് മോദിക്കും പിടികിട്ടി, ഈ പോക്ക് ശരിയല്ല. ഇത് ഗുജറാത്ത് അല്ല ഇന്ത്യ എന്നുള്ളതും പിടികിട്ടി. ഗുജറാത്ത് ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന് ഒത്തിരി പരിമിതികളുണ്ട്. ആ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഹിന്ദുത്വയുടെ സാധനം കൊടുത്ത് ഇന്ത്യ അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ മെസ്സേജ് മോദിക്ക് കിട്ടിയത്. ഇനി ഫർദർ ഹിന്ദു മുസ്ലിം എന്നും പറഞ്ഞ് പോകാനും പറ്റത്തില്ല. ഇവിടെയാണ് സംഘപരിവാറിനും മോദിക്കും BJPക്കും RSSന് കിട്ടിയ തലയ്ക്കടി. ആ തലയ്ക്കാണ് അടി കിട്ടിയത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് നടക്കുന്നത്. അതായത് തെറ്റുകൾ തിരുത്താൻ തയ്യാറാണ്. അതാണ് മോദി ഇറങ്ങി വന്നിരിക്കുന്നത്. അതായത് ഞാൻ അമ്മയെ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത് ഇന്ത്യ ഒന്നും ഞെട്ടിയിട്ടില്ല. നാളെ മോദി ഇറങ്ങിപ്പോയാലും ഇന്ത്യ ഞെട്ടത്തില്ല. കാരണം ഇന്ത്യ ആഗ്രഹിക്കുന്നു, മോദി ഇന്ത്യക്ക് വേണ്ട. ഇതാണ് സംഭവം. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ കണ്ടത്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ, അവരെ വിഘടിപ്പിക്കുവാൻ ശ്രമിക്കരുത്. ഡ്രാമകളൊക്കെ എവിടെയും ഡ്രാമകൾ ഏശുന്നില്ല. ഇമോഷൻ ഗെയിമും കരച്ചിലുമായിട്ടൊക്കെ വന്നു കളയും. ഇതൊക്കെ സാധ്യതയുണ്ട്. ഇതിനാണ് അടി കിട്ടിയെന്ന് പറയുന്നത്. അടിയുടെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതായത് ജനാധിപത്യ ഇന്ത്യ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മോദിയാണെങ്കിലും സംഘപരിവാറാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മോദിക്ക് അടി കിട്ടിയത് ഡൽഹിയിൽ. അങ്ങനെയാണ് CJP എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്. ചെറുപ്പക്കാരെ, നിങ്ങൾ ചലഞ്ച് ചെയ്യരുത്. അവർ തിരിച്ച് ചലഞ്ച് ചെയ്താൽ തെറിച്ചു പോകും. ഇതാണ് സിമ്പിളായിട്ട് കിട്ടിയ പാഠം.